ആസിഫ് അലിയുടെ രേഖാചിത്രം. ഇന്ന് സിനിമ കണ്ടു. ഇന്നലെയാണ് സിനിമ റിലീസായത്. ഇന്ന് കാണാൻ പറ്റുള്ളൂ. നല്ല തിരക്കാണ് പടത്തിന്. ആദ്യം ഒരു 4 ഷോ ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അത് 5ആയി 6ആയി. ഷോകൾ ഒരുപാട് കൂട്ടി. ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് പോകാൻ ശ്രമിക്കും. എന്തായാലും നമുക്ക് ഈ സിനിമയിലോട്ട് വരാം. ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതായത് നമ്മളെ യഥാർത്ഥത്തിലുള്ള ഒരു കഥയോ അല്ലെങ്കിൽ നോവലോ ചെറുകഥ എന്തുമാകട്ടെ അതിൻ്റെ യഥാർത്ഥ കണ്ടൻറ്റിനെ മാറ്റി നിർത്തി അതുപോലത്തെ ഒരു പുനർകഥ സൃഷ്ടിച്ച് ആ കഥയിലൂടെ പോകുന്ന ഒരു രീതിയാണ് ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി സിനിമാസ് എന്ന് പറയുന്നത്. നമുക്ക് മലയാളത്തിലെ അതിന് ഉദാഹരണമാണ് നമ്മൾ MT മമ്മൂട്ടി ടീമിൻ്റെ ഒടക്കൻ വീരഗാഥ. അങ്ങനെയുള്ള ഒരുപാട് സിനിമകളുണ്ട്. ഇംഗ്ലീഷിലൊക്കെ ഒരുപാട് സിനിമകളുണ്ട്. ആ ഒരു ജോണറിൽ അല്ലെങ്കിൽ ആ ഒരു രീതിയിലൂടെയുള്ള കഥ പറച്ചിലാണ് രേഖാചിത്രം എന്ന് പറയുന്നത്. ഇതൊരു മിസ്റ്ററി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. ആസിഫ് അലിയുടെ ഒരു ഗംഭീര സിനിമ എന്ന് പറയാവുന്ന സിനിമ. ആസിഫ് അലിനെ സംബന്ധിച്ച് ഈ അടുത്ത കാലഘട്ടങ്ങളിലൊക്കെ ഇറങ്ങിയേക്കുന്ന സിനിമകളൊക്കെ ഒന്നിനൊന്ന് വ്യത്യസ്തമായിട്ടുള്ള സിനിമകളാണ്. അത് തലവനായാലും കിഷ്കിണ്ഡകാന്ഡായാലും ഇപ്പോൾ രേഖാചിത്രമായാലും ഞാൻ ഈ സിനിമകളൊക്കെ കണ്ടതാണ്. എന്തായാലും ആസിഫ് അലിയുടെ സ്ക്രിപ്റ്റ് സെലക്ഷൻ ഗംഭീര. ആസിഫ് അലി എന്ന് മാത്രമല്ല, നമ്മളെ യുവതലമുറയിൽ വരുന്ന ഒരുവിധം ആളുകളൊക്കെ ഫഹദായാലും ഉണ്ണിമോഹനായാലും കുഞ്ചാക്കോ ബോബൻ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ടോവിനോ തോമസ് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സ്ക്രിപ്റ്റ് നല്ല ഗംഭീര സ്ക്രിപ്റ്റ് ആണെങ്കിലാണ് മാത്രമേ അവർ സിനിമ ചെയ്യുന്നുള്ളൂ. അതാണ് ഏറ്റവും സേഫ്. പണ്ടത്തെ ആളുകളെ മാതിരി പൈസ മാത്രം മതി സ്ക്രിപ്റ്റ് വായിക്കേണ്ട എന്ന് പറയുന്നൊരു സംഭവങ്ങളല്ല. ഇത് അവർ കൂടി ഇരുന്ന് സ്ക്രിപ്റ്റിൽ അവർ കൂടി ഉൾപ്പെട്ട് വർക്കൗട്ട് ചെയ്തെടുത്ത് അതിൻ്റെ ഒരു പ്യൂരിഫിക്കേഷനാണ് നമ്മളെ കാണിക്കുന്ന സംഭവം. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഭയങ്കര സ്ക്രിപ്റ്റാണ്. ഭയങ്കര സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ സംഭവം പറയുമ്പോൾ വളരെ സിമ്പിളാണെങ്കിലും ഇത് സ്ക്രിപ്റ്റ് വർക്ക് നല്ല മെനക്കെട്ടിട്ട് ചെയ്തേക്കുന്ന സ്ക്രിപ്റ്റ് വർക്കാണ്. അത് സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. ജോഫിൻ ടി ചാക്കോയാണത് ഡയറക്റ്റ് ചെയ്തേക്കുന്നത്. അദ്ദേഹത്തിൻ്റെ 2ാമത്തെ ചിത്രമാണത്. ആദ്യത്തെ സിനിമ ദി പ്രീസ്റ്റ് മമ്മൂട്ടി, അത് ഞാൻ കണ്ടിട്ട് ഇറങ്ങി പോകുന്ന ആളാണ്. 2ാമത്തെ സിനിമ ആണ് ഈ രേഖാചിത്രം എന്ന് പറയുന്നത്. ഡയറക്ഷൻ ബ്രില്യൻറ്റ് ഡയറക്ഷനാണ്. അതുപോലെ തന്നെ നമ്മളെ മുജീബ് മജീദാണ് BGM. ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്നൊക്കെ പറയുന്ന സിനിമയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ. അത് മുജീബ് മജീദ് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു തരത്തിലൊന്നുമല്ല, വളരെ ലൈറ്റായിട്ടുള്ള മ്യൂസിക്കുകൾ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ അടിപൊളിയായിട്ടുണ്ട്. ക്യാമറ അപ്പു പ്രഭാകരാണ്. അപ്പു പ്രഭാകരനെ സംബന്ധിച്ച് മലയാളത്തിൽ അറിയാൻ വലിയ വഴിയില്ല. എങ്കിലും അദ്ദേഹത്തിൻ്റെ 2ാമത്തെ സിനിമയാണ് ഈ രേഖാചിത്രം. ഇതിനു മുമ്പ് അദ്ദേഹം കൂടുതലും ചെയ്തേക്കുന്ന സിനിമകൾ ബംഗാളി സിനിമകൾ, അതുപോലെ തന്നെ തെലുങ്ക് സിനിമകളൊക്കെയാണ്. അദ്ദേഹം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിലിം ടെക്നോളജി എന്നൊക്കെ അത് കോഴ്സൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ക്യാമറ അസിസ്റ്റൻ്റായിട്ട് വന്ന് സിനിമോട്ടോഗ്രാഫറായിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ബ്രില്യൻറ്റ് ക്യാമറ വർക്കാണ്. പിന്നെ പാട്ടിനും ഒന്നും വലിയൊരു പ്രാധാന്യമില്ല. പാട്ട് എന്ന് പറഞ്ഞാൽ ഒരു ടൈറ്റിൽ എഴുതി കാണിക്കുമ്പോൾ ഒരു സോങ് അങ്ങ് പോകുന്നുണ്ട്. പിന്നെ അനശ്വര രാജൻ്റെ ഒരു സോങ് ഉണ്ട്. ഫൈറ്റിനും വലിയ കാര്യമൊന്നുമില്ല, ഫൈറ്റൊന്നും കാര്യമായിട്ടില്ല. പക്ഷേ ഇതൊരു വളഞ്ഞ സ്ക്രിപ്റ്റാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. കഥ പറയുന്ന രീതി വ്യത്യാസമുണ്ട്. 1984-85 ഒരു സൂപ്പർ ഹിറ്റായിട്ടുള്ളൊരു സിനിമയുടെ സെറ്റിൽ വെച്ച് നടക്കുന്ന ഒരു മർഡർ. ആ മർഡർ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ആസിഫ് അലി ബാധ്യസ്ഥനാവുന്നു. അതായത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കൊന്ന ആളറിയില്ല, മരിച്ച ആളറിയില്ല, കേസ് അന്വേഷണമില്ല. അവിടെ നിന്നാണ് സിനിമ തുടങ്ങുന്നത്. അത് വിവേക് ഗോപൻ എന്ന് പറയുന്ന ആസിഫ് അലിയുടെ ഈ CI ക്യാരക്ടറിലോട്ട് വരുന്നു. അദ്ദേഹം ഈ കേസ് അന്വേഷിക്കുന്നു. അതാണ് സിനിമയുടെ ഇതിവൃത്തം എന്ന് പറയുന്ന സംഭവം. ആസിഫ് അലി ഗംഭീരമായിട്ട് ഈ ഒരു പോലീസ് സ്റ്റേഷൻ ചെയ്തിട്ടുണ്ട്. ആസിഫ് അലി അടുത്ത കാലത്ത് ഇറങ്ങിയിരിക്കുന്ന ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളൊക്കെ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളാണ്. ആസിഫ് അലി, അനശ്വര രാജൻ, പിന്നെ നമ്മളെ എണ്ണം പറഞ്ഞ നടന്മാരെന്ന് പറയുന്ന ഒരുവിധം നടന്മാർ, വിജയരാഘവനൊഴികെ ഒരുവിധം ആൾക്കാരൊക്കെ ഇതിലുണ്ട്. മനോജ് കേജനുണ്ട്, സിദ്ദീഖുണ്ട്, ജഗദീഷുണ്ട്, ഇന്ദ്രൻസ് ഉണ്ട്. സിദ്ദീഖിൻ്റെ ഒരു തുടക്കത്തിൽ നിന്നാണ് രാജേന്ദ്രൻ എന്ന് പറയുന്നൊരു ക്യാരക്ടർ. അദ്ദേഹം കുറച്ച് നേരം ഉള്ളെങ്കിലും നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹമാണ് ഈ സിനിമ തുടങ്ങി വെക്കുന്നത്. പിന്നെ അങ്ങോട്ട് സിനിമ ശരിക്കും ഇങ്ങനെ വലിഞ്ഞ് പോവുകയാണ്. ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് ഒരു ഇത്തിരി ലാഗണമെങ്കിൽ സെക്കൻഡ് ഹാഫ് വന്നപ്പോൾ ഒന്ന് ഭയങ്കരമായിട്ട് ടൈറ്റായി. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് പഴയ കാലഘട്ടത്തിൽ ഒരുപാട് ആൾക്കാർ ഇതിൽ വരുന്നുണ്ടെന്നുള്ളതാണ്. അതായത് ഭരതൻ, കമൽ സാറുണ്ട്, പിന്നെ ജോൺ പോളിനെ പറ്റി പറയുന്നത് ജോൺ പോൾ വരുന്നുണ്ട്. ജോൺ പോൾ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ട ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചെറുപ്പമാണ് അതിൽ കാണിക്കുന്നത്. പള്ളാശ്ശേരി, അങ്ങനെ കുറേ ആളുകൾ ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ഈ കാതോട് എന്ന് പറയുന്ന സിനിമയുടെ ലൊക്കേഷനായിരുന്നത്. ആ സിനിമയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ ഇതിലൂടെ കഥാപാത്രങ്ങളായിട്ടൊക്കെ വന്നു പോകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ പഴയ കാലഘട്ടം ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആലോചിക്കായിരുന്നു ഈ കോസ്റ്റ്യൂംസൊക്കെ. ആ പഴയ കാലഘട്ടത്തിലോട്ട് പോകുമ്പോൾ എത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ടാകും കോസ്റ്റ്യൂം ഡിസൈനർ സമീറ സനീഷാണ് മലയാളത്തിൽ ഒരുവിധം വലിയ സിനിമകളൊക്കെ ചെയ്യുന്നത്. പ്രത്യേകിച്ച് മമ്മൂട്ടി കമ്പനിയുടെ സിനിമകൾ, അദ്ദേഹമായിട്ടുള്ള കൊളാബറേറ്റ് ചെയ്യുന്ന സിനിമകളൊക്കെ ചെയ്യുന്നത് സമീറ സനീഷാണ്. അവർ അത്യാവശ്യം നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട് കോസ്റ്റ്യൂം ഡിസൈനിങ്ങിൽ. അത് നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. അതായത് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആകുമ്പോൾ നമുക്ക് ഓരോ സീനും വളരെ ഫാസ്റ്റായിട്ട് ലാഗ് ചെയ്യാതെ പോകുന്ന ഒരു സിനിമയാണ് രേഖാചിത്രം. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ.
അതായത് നമുക്കൊരു OTT-യിലോ അല്ലെങ്കിൽ മൊബൈലിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു ക്ലാരിറ്റി കിട്ടില്ല സിനിമ. തിയേറ്ററിൽ തന്നെ വാച്ച് ചെയ്ത് നമ്മളെ സിനിമ ശരിക്കും മനസ്സിലാക്കി കാണണം. അപ്പോഴാ സിനിമയുടെ ഒരു ഡെപ്ത് നമുക്കറിയുള്ളൂ. ജോഫിൻ ടി ചാക്കോയുടെ രണ്ടാമത്തെ സിനിമ, അദ്ദേഹത്തിൻ്റെ പ്രീസ്റ്റിന് ശേഷമുള്ള രണ്ടാമത്തെ സിനിമ, എഴുതിയേക്കുന്നത് ജോൺ മന്ത്രിക്കലും മറ്റൊരു സുനിൽ എന്ന് പറഞ്ഞ ഒരാളാണ്. സുനിലിൻ്റെ കഥയ്ക്ക് ജോൺ മന്ത്രിക്കലും സുനിലും കൂടിയാണ് തിരക്കഥ എഴുതിയേക്കുന്നത്. ജോഫിൻ ടി ചാക്കോയാണ് ഡയറക്റ്റ് ചെയ്തേക്കുന്നത്. സിനിമ ഒട്ടും ബോറടിപ്പിക്കില്ല, അത് 100% ഉറപ്പാണ്. തിയേറ്ററിൽ പോയി കാണണമെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ എഫക്ട്സ്, പിന്നെ നമ്മളെ ഈ ഒരു സിനിമ കൊണ്ടുപോകുന്ന ഒരു രീതിയുണ്ട്. അതായത് മലയാള സിനിമ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലൂടെയാണ് ഈ കഥ പറഞ്ഞു പോകുന്നത് എന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇതുവരെ അങ്ങനെ ഒരു കഥ പറച്ചിൽ ഇതുവരെ മലയാളത്തിൽ ഉണ്ടായിട്ടില്ല. പണ്ടെങ്ങോ നടന്ന ഒരു സംഭവത്തിൽ നിന്ന് ഒരിക്കലും കേസ് അന്വേഷിക്കേണ്ട എന്ന് തോന്നിയേക്കുന്ന ഒരു കേസ് കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് വീണ്ടും അത് അന്വേഷിച്ച് അവിടെ സക്സസ് ആവുന്നത് ആണ് ഈ സിനിമയുടെ ഒരു ടോട്ടാലിറ്റി എന്ന് പറയുന്ന സംഭവം. ഇത് നിർമ്മിച്ചേക്കുന്നത് വേണു കുന്നപ്പള്ളിയാണ്. അദ്ദേഹം വലിയ മലയാളത്തിൽ ബിഗ് ബഡ്ജറ്റ് സിനിമകൾ, ഗോകുലം ഗോപാലൻ ചേട്ടൻ്റെ പോലെ ബിഗ് ബഡ്ജറ്റ് സിനിമകൾ നിർമ്മിക്കുന്നൊരു നിർമ്മാതാവാണ് വേണു കുന്നപ്പള്ളി. അദ്ദേഹത്തിൻ്റെ കാവ്യ ഫിലിം കമ്പനിയും ആണ് സിനിമ നിർമ്മിച്ചേക്കുന്നത്. ഇത് വിതരണം ചെയ്തേക്കുന്നത് ആൻഡോ ജോസഫിൻ്റെ മെഗാ മീഡിയൻ കാവ്യ ഫിലിംസും കൂടിയിട്ടാണ്. ഇതിൻ്റെ ലൊക്കേഷൻ പ്രധാനമായിട്ട് വരുന്നത് ഈ മലക്കപ്പാറ, പിന്നെ കന്യാകുമാരി ഉണ്ട്. അങ്ങനെ കുറച്ച് ലൊക്കേഷൻസ് ഉള്ളൂ. പിന്നെ അത്യാവശ്യം ഒരു ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള അങ്ങനെയൊക്കെയുള്ളൊരു ലൊക്കേഷനൊക്കെയാണ് ഇതിൽ കൂടുതൽ വരുന്നത്. സിനിമോട്ടോഗ്രാഫിക്ക് അത്യാവശ്യം പ്രാധാന്യമുള്ളൊരു സിനിമയാണത്. അത് അദ്ദേഹം ഭംഗിയായിട്ട്, അപ്പോൾ പ്രഭാകർ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 2 മണിക്കൂറും 45 മിനിറ്റും ഉണ്ട് ഈ സിനിമ. എന്ന് വെച്ചാൽ ഭയങ്കര ലെങ്ത്തുള്ള സിനിമയാണ്. നോർമൽ സിനിമകളൊക്കെ പോലെ തന്നെ അത്രയും ലെങ്തി ആയിട്ടുള്ളൊരു സിനിമ തന്നെയാണ്. പക്ഷേ ഇൻ്റർവെല്ലിൽ നമ്മൾ സാധാരണ സിനിമ കാണുമ്പോൾ ഒരുപാട് നന്ദി ഇങ്ങനെ എഴുതി കാണിച്ചുകൊണ്ടിരിക്കും പലർക്കും വേണ്ടിയിട്ട്. പക്ഷേ ഇതിലങ്ങനെ ഒരു സംഭവമില്ല. ഇതിൽ വളരെ നൈസായിട്ടാണ് ആസിഫ് അലിയുടെ ഇൻട്രൊഡക്ഷൻ തന്നെ. പിന്നെ അത്യാവശ്യം കുറച്ച് നന്ദി മാത്രമേ ഉള്ളൂ ആദ്യം. അങ്ങനെ ഒന്നും ബോറടിപ്പിക്കുന്ന പരിപാടിയില്ല. പക്ഷേ ലാസ്റ്റിലെ നന്ദിയാണ് ഗംഭീരമായത്. അതായത് മമ്മൂട്ടിക്ക് നന്ദി പറഞ്ഞിട്ടുണ്ട്. ഭരതൻ, അതുപോലെ തന്നെ ജോൺ പോൾ, പിന്നെ ONV കുറുപ്പ്, അവർക്കൊക്കെ നന്ദി പറഞ്ഞിട്ടുള്ള ഒരു സ്ക്രീനുണ്ട്. അത് വളരെ ഭംഗിയായിട്ടുണ്ട്. അത് വേണ്ടതായിരുന്നു എന്ന് എനിക്ക് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നി. പിന്നെ നമുക്ക് കമൽ സാർ ഈ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹം ഡയറക്ടറായിട്ട് തന്നെയാണ് അഭിനയിച്ചേക്കുന്നത്. ജഗദീഷ് ഈ പടത്തിൽ ജഗദീഷനായിട്ടാണ് അഭിനയിച്ചേക്കുന്നത്. സിദ്ദീഖിൻ്റെ മകൻ ഇതിലുണ്ട്. സിദ്ദീഖിൻ്റെ മകൻ ഷെയ്ൻ സിദ്ദീഖിൻ്റെ മകൻ തന്നെയായിട്ടാണ് അഭിനയിച്ചേക്കുന്നത്. പിന്നെ TG രവി ഉണ്ട്. TG രവിയുടെ മകനായിട്ട് തന്നെയാണ് ശ്രീജിത്ത് രവി അഭിനയിച്ചേക്കുന്നത്. അങ്ങനെയൊക്കെ ഉള്ള വേറിട്ടൊരു കാസ്റ്റിംഗ് ആണ് ശരിക്കും ഈ സിനിമ. പിന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി വിജയരാഘവൻ ഒഴികെ സായികുമാർ, സിദ്ദീഖ്, ഇന്ദ്രൻസ്, TG രവി, ആസിഫ് അലി, അനശ്വര രാജൻ, പിന്നെ നമ്മൾ ആട്ടം കഴിഞ്ഞ കൊല്ലം സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ആട്ടം സിനിമയിൽ നായികയുണ്ട്. അവർ നന്നായിട്ട് പുഷ്പം എന്ന് പറയുന്നൊരു ക്യാരക്ടർ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ പോളി വിൽസൺ, അങ്ങനെ കുറേ കാര്യങ്ങൾ. ഈ ശ്രീകാന്ത മുരളി ഇപ്പോൾ ഒരുവിധം എല്ലാ വിജയ ചിത്രങ്ങളുടെ ഒരു ഭാഗമാണ്. ഈ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റും പോലീസും ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു മുഖമാണ് ശ്രീകാന്ത മുരളി. ലോങ് ആയിട്ടുള്ള മനോജ് കെ ഞാൻ മറന്നുപോയതാണ്. മനോജ് കെൻ്റെ നല്ലൊരു ക്യാരക്ടറാണ് കേട്ടോ. അതായത് വില്ലനെ നമുക്ക് നേരത്തെ അറിയാം. ഈ സിനിമയിൽ ആരായിരിക്കും വില്ലൻ എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാം. എന്നാലും ആ വില്ലനെ നമ്മളറിയാവുന്നുണ്ടെങ്കിൽ കൂടി ഈ സിനിമയുടെ പോക്കാണ് നമ്മൾ ശരിക്കും, ആ പോക്കിലൂടെയാണ് നമ്മളും പ്രേക്ഷകനും സിനിമയിലോട്ട് അങ്ങനെ ലയിച്ച് പോകുന്നത്. അതാണ് സിനിമയുടെ ഒരു പ്രത്യേകത. മനോജ് കെയെ സംബന്ധിച്ച് ഒരു യങ് ക്യാരക്ടറിനെ ഒഴിവാക്കിക്കൊണ്ട് ഇതുപോലുള്ള ക്യാരക്ടറുകളൊക്കെ ചെയ്ത ഒരു മലയാളത്തിൽ എണ്ണം പറഞ്ഞ നടനാണല്ലോ മനോജ് കെ. അദ്ദേഹത്തിന് ഇത്തരം ക്യാരക്ടറുകൾ കൊടുത്തു കഴിഞ്ഞാൽ ബ്രില്യൻ്റ് ആയിരിക്കും. ഉഗ്രം ക്യാരക്ടറുമാണ് ത്രൂ ഔട്ട് ഈ സിനിമയിലുണ്ട് മനോജ് കെ. കുറേ നാളുകൾക്ക് ശേഷമാണ് മനോജ് കെ ഇങ്ങനെ ഒരു വലിയൊരു ക്യാരക്ടറായിട്ട്, അതുപോലെ തന്നെ ഒരു സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടറായിട്ട് കാണുന്നത്. തമിഴിൽ ശങ്കർ പോലും തോറ്റുപോയതാണ് AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അത് വളരെ ഭംഗിയായിട്ട് നമ്മൾ ഈ രേഖാചിത്രത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതും മലയാളത്തിലൊരു പ്രധാനപ്പെട്ട നടന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി നല്ല രസമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അതൊരു പ്രത്യേക രസമാണ്. ഒരുവിധം എല്ലാ നടന്മാരും വന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നല്ല ഉഗ്രം സിനിമയാണ് രേഖാചിത്രം. എന്തായാലും തിയേറ്ററിൽ പോയിട്ട് വാച്ച് ചെയ്യുക. അടുത്തൊരു റിവ്യൂമായിട്ട് കാണാം. ബൈ.